കുറച്ച് മത്തിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പൊരിക്കാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു മീൻകറി എന്തായാലും അടുപ്പിലിരുന്ന് ആവേയല്ലേ, അതിനിടയിൽ ഈ ഒരു മത്തിയും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ പാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിക്കുക. അതിനുശേഷം നമ്മളിതാ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ മത്തി ഇട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും കപ്പയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോറ് ഇനി ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. റൈസ് കുക്കറിൽ ഓൾറെഡി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ തിളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഊറ്റുന്നത് കേട്ടോ. അപ്പോഴാണ് ആ ഒരു ചോറ് നന്നായിട്ട് വെന്ത് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മീനായാലും മീൻകറി ആയാലും അതുപോലെ കപ്പ, അതൊക്കെ ഇന്ന് എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. പിന്നെ ഇത് കാണുമ്പോൾ എന്നെ അറിയാതെ നമ്മൾ കഴിക്കും കേട്ടോ. ഡയറ്റിങ് ഒന്നും നോക്കൂല. എപ്പോഴും വിചാരിക്കും ഡയറ്റ് ചെയ്യണം, പക്ഷെ അതൊന്നും നടക്കത്തില്ല. ഇങ്ങനത്തെ നാടൻ വിഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ ആരായാലും നമുക്ക് കൊതി വരും കേട്ടോ. അപ്പോൾ ഇതാ ഒന്നിൽ ചാള പൊരിക്കുന്നുണ്ട്, ഒന്നിലിതാ നമ്മുടെ പാരക്കറി റെഡിയാവുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചടപടേന്ന് ഞാൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം വേണം നല്ല ചൂടോടുകൂടി ഇതെല്ലാം ഒന്ന് കഴിക്കാനായിട്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ടായിരുന്നു, മറു സൈഡ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു.